സൗദിയിൽ ഗുരുതരമായ ഗതാഗത നിയമലംഘനം നടത്തുന്നവരെ ഇനി നാടുകടത്തും. നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ ഉയർത്തുന്ന നിയമ ഭേദഗതിക്ക് അധികൃതർ അനുമതി നൽകി. വാഹനം ഓടിക്കുമ്പോൾ വിദേശികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് പുതിയ നിയമം നൽകുന്ന മുന്നറിയിപ്പ്. സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. സൗദിയിൽ ഗതാഗത നിയമം ഭേദഗതി ചെയ്യുകയാണ്. ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ കൂടുതൽ കടുപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശികൾ ജാഗ്രത പുലർത്തണം എന്നാണ് സൗദി ഗതാഗത മന്ത്രാലയം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ കരട് നിയമം തയ്യാറായി. നിയമം താമസിയാതെ പ്രാബല്യത്തിൽ വരും എന്നാണ് ഗതാഗത മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. അതായത് പൊതുസുരക്ഷയെ ബാധിക്കുന്ന അപകടമുണ്ടായാൽ, ജീവന് ഭീഷണിയുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിദേശികളാണ് എങ്കിൽ അവരെ സൗദിയിൽ നിന്ന് നാട് കടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും എന്ന ഒരു മുന്നറിയിപ്പാണ് പുതിയ നിയമ ഭേദഗതിയിൽ ഉള്ളത്. ആദ്യഘട്ടത്തിൽ, അതായത് ഒരു പൊതുസുരക്ഷയെ ബാധിക്കുന്ന ഒരു നിയമലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ പിഴ ചുമത്തുകയും രണ്ടാമത് അതേ നിയമലംഘനം അതേ വർഷം ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിക്കുകയും മൂന്നാമതും അതേ വർഷം ഇതേ നിയമലംഘനം ആവർത്തിച്ചാൽ നാട് കടത്തുകയും ചെയ്യും. സൗദിയിലേക്ക് പിന്നീട് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും എന്നാണ് മുന്നറിയിപ്പ്. ഇത് സൗദി റെസിഡന്റ് വിസയുള്ളവർക്കും സൗദിയിലുള്ളവർക്കും മാത്രമല്ല, വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ഉംറ വിസയിലോ മറ്റോ സൗദിയിലേക്ക് വരുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് സൗദിയിൽ 1 വർഷം വരെ വാഹനം ഓടിക്കാനുള്ള അനുമതിയുണ്ട്. ഇങ്ങനെ വാഹനം ഓടിക്കുന്നവർക്കും അവർക്കെല്ലാം നിയമം ബാധകമാണ്. നിയമലംഘനങ്ങൾ ആവർത്തിച്ചാൽ നാട് കടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. നിലവിൽ വലിയ തോതിലുള്ള ശിക്ഷ, പിഴയും തടവും ഉൾപ്പെടെയുള്ള ശിക്ഷ വാഹന അപകടങ്ങൾക്ക് സൗദിയിൽ ഉണ്ട്. ഇത് കൂടുതൽ കർക്കശമാക്കുകയാണ് സൗദി ഗതാഗത മന്ത്രാലയം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.